ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ മരിക്കേണ്ടത് ഒരു പ്രാവശ്യം മാത്രം. എന്നാൽ അത് 3 രീതിയിലുള്ള മരണമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ചില പറയാറുണ്ട്, ഞാൻ 2 തന്തയ്ക്ക് ജനിച്ചവനല്ല, 1 തന്തയ്ക്ക് ജനിച്ചവനാണ്. അങ്ങനെ അഭിമാനത്തോടെ പറയുന്ന വ്യക്തികളെ കാണാൻ പറ്റും. എങ്കിൽ അതിനേക്കാൾ അഭിമാനത്തോടെ നാം പറയേണ്ട ഒരു കാര്യമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാൻ ഒന്നേ മരിക്കൂ. പക്ഷെ അത് 3 ലെവലിൽ 3 രീതിയിലുള്ള മരണമാണ് വരിക്കേണ്ടത് എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒരു യുവതി സൂചിപ്പിച്ച ഒരു കാര്യം, അവളുടെ തന്നെ അപ്പൻ്റെ കാര്യമാണ്. എൻ്റെ അപ്പൻ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം മരിക്കുന്നത് പോലെ. കാരണം പറഞ്ഞത്, എൻ്റെ അപ്പൻ്റെ അനുജനുണ്ട്. അനുജൻ വളരെ സമർത്ഥനാണ്. അപ്പൻ അത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കഴിവ് കുറവാണ്. ഞാൻ അവിടെ ചെന്ന് ഈ അപ്പനെ മുതലെടുത്തുകൊണ്ടിരിക്കുന്ന അനുജൻ പറയുന്ന അനുസരിച്ച് ഈ പുള്ളി അതെല്ലാം കേട്ടിട്ട് പോയി. തിരിച്ചൊന്ന് പറയാനോ അല്ലെ അത് പറ്റില്ല എന്ന് പറയാനോ അതെൻ്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയാനോ ഇദ്ദേഹത്തിന് ചങ്കൂറ്റയില്ല, ധൈര്യമില്ല. ഇത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ അവരോരോ കാര്യം ചോദിക്കുമ്പോൾ ഈ പുള്ളി വെറുതെ മിണ്ടാതെ കുനിഞ്ഞു നിൽക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ യുവതി പറഞ്ഞത്, ഒരു ദിവസം തന്നെ പല പ്രാവശ്യം മരിക്കുന്നത് പോലെയാണ് എൻ്റെ അപ്പൻ്റെ അവസ്ഥ. നട്ടലില്ലാത്തത് കൊണ്ട് വരുന്നൊരു കാര്യം. അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് എന്ന ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി മരിക്കേണ്ടത് 3 രീതിയിലാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ ഒറ്റ മരണമേ ഉണ്ടാവുള്ളൂ. ഈ മനുഷ്യൻ്റെ പോലെ ഒരേ ദിവസം തന്നെ പല പ്രാവശ്യം മരിക്കുന്നത് പോലത്തെ ഒരു ദുരവസ്ഥ ഉണ്ടാകില്ല. ഒരു 3 കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ഒന്നാമത്തേത്, പാപത്തിന് മരിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി. പാപത്തിന് മരിക്കുക, അകാല മരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പല കാരണത്താൽ സംഭവിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലരെ സംബന്ധിച്ചിടത്തോളം അകാല മരണം എന്താണ്? ഒന്ന്, അശ്രദ്ധ മൂലം അകാല മരണം വരാം. അശ്രദ്ധ മൂലം രോഗം വന്നിട്ട് അകാല മരണം പ്രാപിച്ചവർ, ഡയബറ്റിക് രോഗി, ആരും കാണാതെ പറ്റുമ്പോഴെല്ലാം കിട്ടുന്നിടത്തോളം മധുരം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ രോഗം മൂർച്ഛിച്ച് അകാല മരണം സംഭവിക്കാനുള്ള സാധ്യത പോലുമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രോഗം, അതുപോലെ തന്നെ മാരക രോഗം, അപകടം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അകാല മരണത്തിന് കാരണമാകാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇതിൽ നിന്നെല്ലാം വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് വീരമൃത്യു. വിശ്വാസം ത്യജിക്കാതെ, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ആദർശങ്ങൾ വിടാതെ അതിനുവേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്നത് വീരമൃത്യുവാണ്. പ്രഭാഷകൻ 4:28 വായിച്ചാൽ, മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, എങ്കിൽ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. അങ്ങനെ മരിച്ചത് വീരമൃത്യുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട്. പാപത്തിന് മരിച്ചാൽ വീരമൃത്യു ആവത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ നമ്മൾ പാപത്തിന് മരിക്കണം. സാധാരണ നമ്മൾ ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ജ്ഞാനസ്നാന തൊട്ടി, മാമോദീസ തൊട്ടി ഉപയോഗിക്കാറുണ്ട്. ഇനി അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് എ വൂംബ് ആൻഡ് എ ടൂംബ്. ബാപ്റ്റിസ്മൽ ഫോണ്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഇതൊരു ഗർഭപാത്രമാണ്. ഗർഭപാത്രം സൂചിപ്പിക്കുന്നത് ജനനത്തെ. അതുപോലെ തന്നെ ടൂംബ്, ഒരു ശവകുടീരം, അത് സൂചിപ്പിക്കുന്നത് മരണത്തെയാണ്. എന്ന് പറഞ്ഞാൽ മാമോദീസ വഴി പാപത്തിന് മരിച്ച് യേശുവിലേക്ക് പുതുജന്മം പ്രാപിക്കുക, അതാണ് മാമോദീസയിലൂടെ സംഭവിക്കേണ്ടത് എന്നുള്ള കാര്യം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുക. കൊളോസസ് 3-ാം അധ്യായം 27-ാമത്തെ വചനം എടുക്കുമ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെ സംഭവിക്കേണ്ട കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാനും ക്രിസ്തുവിനെ ധരിക്കാനും സ്നാനം ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ മരിക്കേണ്ടത് ഒരു പ്രാവശ്യം മാത്രം. എന്നാൽ അത് 3 രീതിയിലുള്ള മരണമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ചില പറയാറുണ്ട്, ഞാൻ 2 തന്തയ്ക്ക് ജനിച്ചവനല്ല, 1 തന്തയ്ക്ക് ജനിച്ചവനാണ്. അങ്ങനെ അഭിമാനത്തോടെ പറയുന്ന വ്യക്തികളെ കാണാൻ പറ്റും. എങ്കിൽ അതിനേക്കാൾ അഭിമാനത്തോടെ നാം പറയേണ്ട ഒരു കാര്യമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാൻ ഒന്നേ മരിക്കൂ. പക്ഷെ അത് 3 ലെവലിൽ 3 രീതിയിലുള്ള മരണമാണ് വരിക്കേണ്ടത് എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒരു യുവതി സൂചിപ്പിച്ച ഒരു കാര്യം, അവളുടെ തന്നെ അപ്പൻ്റെ കാര്യമാണ്. എൻ്റെ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം മരിക്കുന്നത് പോലെ. കാരണം പറഞ്ഞത്, എൻ്റെ അപ്പൻ്റെ അനുജനുണ്ട്. അനുജൻ വളരെ സമർത്ഥനാണ്. അപ്പൻ അത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കഴിവ് കുറവാണ്. ഞാൻ അവിടെ ചെന്ന് ഈ അപ്പനെ മുതലെടുത്തുകൊണ്ടിരിക്കുന്ന അനുജൻ പറയുന്ന അനുസരിച്ച് ഈ പുള്ളി അതെല്ലാം കേട്ടിട്ട് പോയി. തിരിച്ചൊന്ന് പറയാനോ അല്ലെ അത് പറ്റില്ല എന്ന് പറയാനോ അതെൻ്റെ കുടുംബത്തിന്
ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയാനോ ഇദ്ദേഹത്തിന് ചങ്കൂറ്റമില്ല, ധൈര്യമില്ല. ഇത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ അവരോരോ കാര്യം ചോദിക്കുമ്പോൾ ഈ പുള്ളി വെറുതെ മിണ്ടാതെ കുനിഞ്ഞു നിൽക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ യുവതി പറഞ്ഞത്, ഒരു ദിവസം തന്നെ പല പ്രാവശ്യം മരിക്കുന്നത് പോലെയാണ് എൻ്റെ അപ്പൻ്റെ അവസ്ഥ, നട്ടലില്ലാത്തത് കൊണ്ട് വരുന്നൊരു കാര്യം. അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് എന്ന ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി മരിക്കേണ്ടത് 3 രീതിയിലാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ ഒറ്റ മരണമേ ഉണ്ടാവുള്ളൂ. ഈ മനുഷ്യൻ്റെ പോലെ ഒരേ ദിവസം തന്നെ പല പ്രാവശ്യം മരിക്കുന്നത് പോലത്തെ ഒരു ദുരവസ്ഥ ഉണ്ടാകില്ല. നമുക്കൊരു 3 കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ഒന്നാമത്തേത്, പാപത്തിന് മരിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി. പാപത്തിന് മരിക്കുക, അകാല മരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പല കാരണത്താൽ സംഭവിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലരെ സംബന്ധിച്ചിടത്തോളം അകാല മരണം എന്താണ്? ഒന്ന്, അശ്രദ്ധ മൂലം അകാല മരണം വരാം. അശ്രദ്ധ മൂലം രോഗം വന്നിട്ട് അകാല മരണം പ്രാപിച്ചവർ, ഡയബറ്റിക് രോഗി, ആരും കാണാതെ പറ്റുമ്പോഴെല്ലാം കിട്ടുന്നിടത്തോളം മധുരം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ രോഗം മൂർച്ഛിച്ച് അകാല മരണം സംഭവിക്കാനുള്ള സാധ്യത പോലുമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രോഗം, അതുപോലെ തന്നെ മാരക രോഗം, അപകടം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അകാല മരണത്തിന് കാരണമാകാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇതിൽ നിന്നെല്ലാം വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് വീരമൃത്യു. വിശ്വാസം ത്യജിക്കാതെ, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ആദർശങ്ങൾ വിടാതെ അതിനുവേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്നത് വീരമൃത്യുവാണ്. പ്രഭാഷകൻ 4:28 വായിച്ചാൽ, മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, എങ്കിൽ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. അങ്ങനെ മരിച്ചത് വീരമൃത്യുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട്. പാപത്തിന് മരിച്ചാൽ വീരമൃത്യു ആവട്ടുള്ളൂ. അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ നമ്മൾ പാപത്തിന് മരിക്കണം. സാധാരണ നമ്മൾ ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ജ്ഞാനസ്നാന തൊട്ടി, മാമോദീസ തൊട്ടി ഉപയോഗിക്കാറുണ്ട്. ഇനി അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് എ വൂംബ് ആൻഡ് എ ടൂംബ്. ബാപ്റ്റിസ്മൽ ഫോണ്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഇതൊരു ഗർഭപാത്രമാണ്. ഗർഭപാത്രം സൂചിപ്പിക്കുന്നത് ജനനത്തെ, അതുപോലെ തന്നെ ടൂംബ്, ഒരു ശവകുടീരം, അത് സൂചിപ്പിക്കുന്നത് മരണത്തെയാണ്. എന്ന് പറഞ്ഞാൽ മാമോദീസ വഴി പാപത്തിന് മരിച്ച് യേശുവിലേക്ക് പുതുജന്മം പ്രാപിക്കുക, അതാണ് മാമോദീസയിലൂടെ സംഭവിക്കേണ്ടത് എന്നുള്ള കാര്യം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുക. കൊളോസസ് 3-ാം അധ്യായം 27-ാമത്തെ വചനം എടുക്കുമ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെ സംഭവിക്കേണ്ട കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാനും ക്രിസ്തുവിനെ ധരിക്കാനും സ്നാനം സ്വീകരിച്ചവരാണ് നമ്മൾ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുക, യേശു ക്രിസ്തുവിനെ ധരിക്കുന്നവരായിട്ട് മാറുക, അതാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ ശ്രദ്ധിക്കേണ്ടത്. 1 പത്രോസ് 2-ാം അധ്യായം 24-ാമത്തെ വചനം എടുക്കുമ്പോൾ, നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ നമ്മുടെ പാപം പേറി കുരിശിൽ മരിച്ചത്. കർത്താവ് കാര്യം ചെയ്തത്, നാം പാപത്തിന് മരിക്കണം, നീതിക്കായിട്ട് ഇനിമേൽ ജീവിക്കണം. ആ ഒരു ലക്ഷ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. റോമാലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, പാപത്തിന് മരിച്ച് ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അഭിലാഷങ്ങൾക്ക് മരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. നമ്മുടെ ഇഷ്ടങ്ങൾ, അഭിലാഷങ്ങൾ, അതിനുവേണ്ടി ജീവിക്കുന്നതിനേക്കാൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം. ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ചില അഭിലാഷങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. പ്രഭാഷകൻ 6:2 മുതൽ വായിച്ചാൽ, അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്, അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും, നിന്റെ ഇലകൾ ഭക്ഷിക്കും, ഫലങ്ങൾ നശിപ്പിക്കും, അവസാനം നീ ഒരു ഉണക്കമരമായി മാറും. അങ്ങനെ ഒരു ദുരവസ്ഥ വരാതിരിക്കണമെങ്കിൽ അഭിലാഷങ്ങൾക്ക് മരിക്കാനുള്ള ഒരു സന്മനസ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. പ്രഭാഷകൻ 47:19 വചനം വായിച്ചാൽ, സോളമൻ സ്ത്രീകൾക്ക് അധീനനായി, അഭിലാഷങ്ങൾ അവനെ കീഴ്പ്പെടുത്തി. തന്മൂലം അവന് സംഭവിച്ചത്, അവൻ്റെ യൗവനത്തിൽ ഈ ജ്ഞാനം നദി പോലെ ഒഴുകിയിരുന്നവനാണ്. പിന്നീട് അവന് വന്ന അവസ്ഥകൾ, നഷ്ടങ്ങൾ, അവൻ്റെ രാജ്യം പോലും വിഭജിക്കപ്പെട്ടു. അഭിലാഷങ്ങൾക്ക് അടിപ്പെട്ടതിലൂടെ അവന് സംഭവിച്ച കാര്യം. മൂന്നാമത്തേതാണ് വീരമൃത്യു. നമുക്ക് ഈ രക്തസാക്ഷിത്വം എന്ന് പറയുമ്പോൾ 2 രീതിയിൽ അതിനെ കാണാൻ പറ്റും. ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, റെഡ് മാർട്ടേഴ്സ് ആൻഡ് വൈറ്റ് മാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചുവന്ന രക്തസാക്ഷികൾ, വെളുത്ത രക്തസാക്ഷികൾ. രക്തം ചിന്തി രക്തസാക്ഷിത്വം വഹിച്ചവരാണ് ചുവന്ന രക്തസാക്ഷികൾ. ഇനി നമുക്ക് കാണാൻ സാധിക്കും, ഒത്തിരി പേര് അവർ രക്തസാക്ഷിത്വം വഹിച്ചിട്ടില്ലെന്നേ ഉള്ളൂ.
അതിനുള്ള ഒരു അവസരം അവർക്കുണ്ടായിട്ടില്ല. പക്ഷേ ഓരോ ദിവസവും അവരുടെ ഇഷ്ടങ്ങൾ ബലികഴിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി അങ്ങനെ ജീവിച്ച വ്യക്തികൾ, അവരെയും രക്തസാക്ഷികളായിട്ട് കാണണം എന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ട കൃപയ്ക്കായി ഈ പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.